എല്ലാവർക്കും നമസ്കാരം. രത്നം വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കൊതുകെന്ന് പറയുന്ന ജീവി നമ്മളുമായിട്ട് ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരു ജീവിയാണ്. ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അത് നമുക്ക് ഉപകാരിയാണോ? അല്ല, ഒരു ഉപദ്രവകാരിയാണ്. നമ്മൾ ഒരിക്കലും കൊതുകിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മളെ ചുറ്റിപ്പറ്റി വളരുന്ന ഒരു ജീവിയാണ് കൊതുക്. അപ്പോൾ അത് എങ്ങനെ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ കൊതുക് ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് ഞാനിപ്പോൾ എല്ലാവർക്കും അറിയാം. ഇതിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. വിദ്യാഭ്യാസങ്ങളൊക്കെ ആരോഗ്യ വകുപ്പ് ജീവനക്കാർ മിക്കപ്പോഴും തോരെ നമുക്ക് തരുന്നുണ്ട്. പിന്നെ അംഗൻവാടികളിലും വാർഡ് തലത്തിലും പഞ്ചായത്ത് തലത്തിലും ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ വഴിയൊക്കെ നമുക്കൊക്കെ ഒത്തിരി ഇതിനെക്കുറിച്ചൊക്കെ അറിവ് കിട്ടുന്നുണ്ട്. എങ്കിൽ പോലും ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പറയാൻ കാര്യം എൻ്റെ വീട്ടിലൊരു സംഭവം ഉണ്ടായി. അതെന്താണെന്ന് പിന്നീട് ഞാനത് പറഞ്ഞു തരാം. അപ്പോൾ ഈ കൊതുക് എങ്ങനെ നമ്മുടെ പരിസരത്ത് വരുന്നു എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഈ കൊതുക് പരത്തുന്ന രോഗങ്ങളാണല്ലോ നമ്മളെയൊക്കെ ഇപ്പം വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗം ആണല്ലോ ഡെങ്കിപ്പനി. അപ്പോൾ ഇത് പരത്തുന്ന കൊതുക്, അതായത് മലേറിയ, മന്ത്, ജപ്പാൻ ജ്വരം, ഇതൊക്കെ പരത്തുന്ന കൊതുക്. അങ്ങനെ പലമാതിരി കൊതുകുകളുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത്. അപ്പോൾ നമ്മളിപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഡെങ്കിപ്പനി ഉണ്ടാക്കുന്ന കൊതുകുകൾ അല്ലെങ്കിൽ മലേറിയ ഉണ്ടാക്കുന്ന കൊതുകുകൾ എങ്ങനെ പെരുകുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. മിക്ക ആൾക്കാരുടെയും സംശയം നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള പോച്ച, പുല്ല് ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് കിടന്നാണ് ഇത് വളരുന്നതെന്നും. ഇടയ്ക്ക് കിടങ്ങും, അതിൻ്റെ ഇടയ്ക്ക് കിടന്നായിരിക്കും വളരുന്നത്, പക്ഷെ പോച്ചയ്ക്കകത്തല്ല. അതുപോലെ ചവറുകളിനകത്തൊക്കെയാണ് ഈ കൊതുക് വളരുന്നതെന്നാണ് എല്ലാവരുടെയും ഒരു ധാരണ. പോച്ചയിടയ്ക്കൊക്കെ വളരും, കാരണം നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാതെ നമ്മൾ വലിച്ചെറിയുന്ന തൊണ്ണാൻ, ചിരട്ട, നമ്മുടെ പൊട്ടിയ പാത്രത്തിൻ്റെ വേസ്റ്റ്, ഇപ്പോൾ നമ്മുടെ വീട് ചുറ്റും അതിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്തെ പറമ്പിലോട്ട് നമ്മൾ വലിച്ചെറിയും. അല്ലെങ്കിൽ കാക്ക പിന്നെ ചിരട്ട കൊത്തിയിട്ട് കൊണ്ടിടും. അതുപോലെ നമ്മുടെ വീട്ടിലെ പൊട്ടിയ പാത്രത്തിൻ്റെയൊക്കെ വേസ്റ്റ്, ചെറിയ തുണ്ടുകൾ, കുപ്പിയുടെ അടപ്പ്, പൊട്ടിയ കുപ്പി, ഗ്ലാസ്, ഇവയെല്ലാം പൊട്ടിയ വേസ്റ്റൊക്കെ നമ്മൾ പരിസരത്തൊക്കെ ഇട്ടിരുന്നാൽ അതിനകത്തൊക്കെ വെള്ളം കെട്ടി നിന്ന് അതിനകത്ത് കൊതുക് വന്ന് മുട്ടയിട്ട് 7 ദിവസം കഴിയുമ്പോൾ അത് ലാർവയാണ്. മുട്ടയിട്ട് ലാർവയാകും. അത് 7 ദിവസം കഴിഞ്ഞ് വിരിഞ്ഞ് പുറത്ത് വരും. അതാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് ചുറ്റിക്കറങ്ങി നമ്മളെയൊക്കെ കടിച്ച് നമുക്ക് രോഗങ്ങളൊക്കെ വരുത്തുന്ന കൊതുക്. അപ്പം ഞാനിതിപ്പോൾ പറയാൻ കാര്യം, നമ്മുടെ ചുറ്റുവട്ടത്ത് ഇഷ്ടംപോലെ കൊതുകളുണ്ട്. നമ്മളവർക്ക് എങ്ങ് നോക്കിയാലും ഒരു ഇതുമില്ല. ഇവിടെ ഈ കൊതുക് വളരെ നമുക്ക് ആർക്കും ഒരു ലക്ഷ്യമില്ല. മിക്ക ആർക്ക് അറിയാവുന്നവരുണ്ട്, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാനീ പറയുന്നത്. അപ്പം നമ്മുടെ പരിസരം ശ്രദ്ധിക്കണം. നമ്മുടെ പരിസരത്ത് എന്തെങ്കിലും വേസ്റ്റ്, പാട്ടയോ, അതുപോലെ ഈ പൊങ്കലൊക്കെ ഇടുന്ന കലമുണ്ടല്ലോ അതുപോലെ തന്നെ ടയറ്, പൊട്ടൻ കിണർ, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗശൂന്യമായിട്ട് എന്ത് സാധനം നമ്മുടെ പരിസരത്തിട്ടോ അവിടെ എല്ലാം വെള്ളം കെട്ടിക്കിടന്ന് കൊതുക് പെറ്റുവരും. ഈ കൊതുക് സാധാരണയായി പെറ്റുവരുന്ന സമയം ഏതാണെന്നറിയാമോ? മഴ സീസൺ എന്ന് പറയുമ്പോൾ മഴ പെയ്ത് 2-3 ദിവസം തുടർച്ചയായിട്ട് മഴ പെയ്യുമ്പം അവിടെ കൊതുക് ഒന്നും മുട്ടയിടത്തില്ല. കാരണം ഈ വെള്ളം തെറിച്ച് അതിനകത്ത് വീഴുന്നതുകൊണ്ട് അതിങ്ങനെ അനങ്ങുന്ന വെള്ളത്തിൽ വന്ന് കൊതുക് മുട്ടയിടത്തില്ല. 2 ദിവസം 3 ദിവസം കണ്ടിന്യൂസ് മഴ പെയ്ത് പിന്നെ കുറച്ച് ദിവസം നിശ്ചലമായിട്ട് കിടക്കുന്ന സമയത്താണ് ഈ കൊതുകെല്ലാം വന്ന് ഈ മുട്ടയിടുന്നത് ഈ വെള്ളത്തിൽ. നമ്മൾ അലക്ഷ്യമായിട്ട് ഇട്ടിരിക്കുന്ന പാത്രം, ടയറ്, അതുപോലെ നമ്മുടെ വീടിനകത്ത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അടിഭാഗത്ത് വെച്ചിരിക്കുന്ന പാത്രം, വെള്ളം വീഴാനുള്ള പാത്രമില്ലേ അതുപോലെ നമ്മുടെ അതായത് നമ്മൾ ചെടികളൊക്കെ നടത്തില്ലേ, അലങ്കാര ചെടികളൊക്കെ വീട്ടിൽ നടുമ്പം അതിൻ്റെ അടിയിലൊരു പാത്രം വെക്കും. ആ വെള്ളം ഊർന്നു വന്ന് ആ കിടക്കുന്ന വെള്ളത്തിൽ, അതുപോലെ എന്ത് ചെടി നമ്മുടെ അകത്ത് വെള്ളത്തിൽ വെച്ചോ അതിനകത്തെല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ തന്നെ അതിനകത്ത് വന്ന് കൊതുക് മുട്ടയിടും, നമ്മൾ അറിയത്തില്ല. അപ്പം ഇതൊക്കെ ശുദ്ധജലമാണ്. ശുദ്ധജലത്തിലിടുന്ന കൊതുകൊണ്ട് മാലിന്യപ്പെട്ട് കിടക്കുന്ന വെള്ളത്തിലും കൊതുക് മുട്ടയിടും. ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. മലിനപ്പെട്ടതെന്ന് പറയുമ്പോൾ പല മാലിന്യങ്ങൾ പലയിടത്തും തോട്, അതുപോലെ ഈ കുഴി പോലെയൊക്കെ കിടക്കുന്ന ഭാഗത്തൊക്കെ വെള്ളം കെട്ടിക്കിടന്ന് അവിടെയൊക്കെ കൊതുകുകളുണ്ടാകും. അതുപോലെ തന്നെ ഈ കക്കൂസിൻ്റെ ടാങ്കിനകത്ത്, പഴയ കക്കൂസിൻ്റെ ടാങ്ക് പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുന്നതിനകത്തു നിന്നൊക്കെ കൊതുക് ഇറങ്ങി വരും. അത് മാലിന്യത്തിനകത്ത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള, അതായത് മലിനപ്പെട്ട് കിടക്കുന്ന വെള്ളത്തിലുണ്ടാകുന്ന. അതുപോലെ തന്നെ ഈ നമ്മുടെ കക്കൂസിൻ്റെ പൈപ്പ് ഉണ്ടല്ലോ,
എയർ പൈപ്പ്, അതിൻ്റെ വെൻറ്റിലേഷൻ അകൽച്ചയുള്ള അതിനകത്തു നിന്നൊക്കെ ഈ കൊതുക് ഇറങ്ങി വരും. അതും നമുക്ക് ഉപദ്രവകാരിയാണ്. രാത്രി കാലങ്ങളിൽ വന്ന് നമ്മൾ പാട്ടും പാടി വന്ന് നമ്മളെ കടിക്കുന്ന കൊതുകാണ്. അത് കടിച്ചാലാണ് നമുക്ക് മലേറിയ എന്ന രോഗം ഉണ്ടാകുന്നത്. ഇൻഫെക്റ്റഡായിട്ട് രോഗബാധിതരായിട്ടുള്ളവരെ കടിച്ചതിന് ശേഷം നമ്മളെ വന്ന് കടിക്കുമ്പം അതാണ് നമ്മളെ മലേറിയ ഉണ്ടാക്കുന്ന കൊതു. അതുപോലെ ഡെങ്കിപ്പനി ഉണ്ടാക്കുന്ന കൊതുവാണ് നമ്മുടെ പരിസരത്തുള്ള പാത്രങ്ങളിലും എന്തിനു പറയുന്നത്, നമ്മുടെ പ്ലാവല, വീതിയുള്ള പ്ലാവല, അതുപോലെ തന്നെ തേക്കിൻ്റെ ഇല, അപ്പോൾ അങ്ങനെയുള്ള ഇലകളിലും അതുപോലെ പ്ലാസ്റ്റിക് പേപ്പറുകളിലും ഒക്കെ ഒരു 1/2 ടീസ്പൂൺ വെള്ളം കിടന്നാൽ മതി, അവിടെ വന്ന് ഈ കൊതുകുകൾ മുട്ടയിടും. ഈ തെരുവ് നായ്ക്കൾ ഗർഭം ആയിട്ട് അവർക്ക് ഗർഭം പൂർത്തിയായതിനു ശേഷം അവർക്ക് പ്രസവിക്കാൻ ഇവിടെ ഓടി നടന്ന് സ്ഥലം കണ്ടെത്തി കാണുന്നിടത്ത് പ്രസവിക്കുന്ന പോലെയാണ് ഈ കൊതുകുകൾ. എവിടെ വെള്ളം കണ്ടാലും അവരിറങ്ങി അവിടെ മുട്ടയിടും. അപ്പം ശുദ്ധജലം എന്ന് പറയുമ്പോൾ മഴ സമയത്തുണ്ടാകുന്ന ജലമാണ്. നമ്മുടെ പരിസരത്ത് ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ വലിച്ചെറിയുമ്പോൾ ഉണ്ട്, കുഞ്ഞുങ്ങളായാലും കളിക്കാനുള്ള കളിപ്പാത്രങ്ങളൊക്കെ പുറത്ത് കിടന്നാലും ഒക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ കിടക്കുന്നതിനകത്താണ് കൊതുകുകൾ വന്ന് മുട്ടയിട്ട് പെരുകി അത് ഈ രോഗമുള്ളവരെ കടിച്ചിട്ട് വന്ന് മുട്ടയിടുന്നതായിരിക്കും. ആ മുട്ട വിരിഞ്ഞ് വരുമ്പോൾ ആ മുട്ടയിൽ നിന്നും വിരിഞ്ഞ് വരുന്ന കൊതുകുകളെല്ലാം രോഗാണുക്കൾ വഹിച്ചുകൊണ്ട് നടക്കുന്ന കൊതുകുകളായിരിക്കും. അപ്പോൾ അത് കടിച്ച് നമുക്ക് അസുഖങ്ങളുണ്ടാകും. പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള വെള്ളത്തിലുണ്ടാകുന്ന കൊതുക് ഡെങ്കിപ്പനിയാണ്. ഡെങ്കിപ്പനി വന്നാൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ലാസ്റ്റ് സ്റ്റേജിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത. അതിലോട്ടൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. ഞാനിപ്പം നമ്മുടെ പരിസരത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതും കൊതുക് എവിടെ വളരുന്നു എന്നൊക്കെ കുറിച്ചൊന്ന് എല്ലാവർക്കും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. അപ്പം നമ്മുടെ ചുറ്റുവട്ടത്ത് ഈ മഴ സീസണിൽ നമ്മൾ ശ്രദ്ധിക്കണം. പരിസരത്തൊന്നും അലക്ഷ്യമായിട്ട് പാത്രങ്ങളൊന്നും വലിച്ചെറിയരുത്. അതുപോലെ തന്നെ നമ്മൾ കഞ്ഞിവെള്ളം, കാടി, അതുപോലെ തന്നെ പാക്കിട്ട് വെക്കുന്ന കലങ്ങൾ, ഇതിനകത്തൊക്കെ കൊതുക് വന്ന് മുട്ടയിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ കുറച്ച് ദിവസം നമ്മളത് വെച്ചേക്കുവാണെങ്കിൽ അവിടെ ഇരുന്ന് മുട്ട ഇട്ട് അത് കുറേ മുട്ടയായിട്ട് അതെല്ലാം കൂടെ ലാർവയായിട്ട് വന്നിട്ട് അവിടെ നിന്ന് പൊട്ടി വിടർന്നു വന്ന് നമ്മുടെ ചുറ്റുവട്ടം മൊത്തം കൊതുവാവുകയും നമ്മളെ കടിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെയാണ് കൊതുക് ശല്യം നമ്മുടെ വീട്ടിലുണ്ടാകുക. നമ്മുടെ പരിസരത്ത് വെള്ളം ഇല്ലെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നമ്മുടെ പരിസരത്ത് വീട്ടിൽ കൊതുക് കാണത്തില്ല. അതുപോലെ നമ്മുടെ വീട്ടിനകത്തുള്ള പാത്രങ്ങളിൽ കൊതുകില്ലെന്ന് ഉറപ്പ് വരുത്തണം. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം പണ്ടേ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഡ്രൈ ഡേ ആചരിക്കണം. കാരണം ഡ്രൈ ഡേ ആചരിക്കുന്നതെന്ന് പറയുന്നത് എങ്ങനെയാണ്, നമ്മുടെ പരിസരത്തൊന്നും ഇതുപോലുള്ള വെള്ളക്കെട്ടില്ലെന്ന് ഉറപ്പ് വരുത്തുക. ഉള്ളത് നമ്മൾ കമത്തിക്കളയുക. പൊട്ടൻ പാത്രങ്ങളും അതുപോലെ തന്നെ പൊട്ടൻ കിണറൊക്കെ മൂടിയിടുക, ബല വെച്ച് മൂടിയിടുക. പിന്നെ അതുപോലെ തന്നെ ടയറ്, ഓരോ ആൾക്കാരുടെയും വീടിൻ്റെ പരിസരത്തൊക്കെ ചെന്നാൽ അറിയാം ടയറും ഒക്കെ ഇരിക്കുന്നത്, അതിനകത്തൊക്കെ കൊതുക് കാണും. അപ്പോൾ ഇതൊക്കെ കടിച്ചാണ് നമുക്ക് ഒരു ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലേറിയ കൊതുകാണിതിന്. അപ്പോൾ കൊതുക് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് കൊതുക് വെള്ളത്തിലാണ് മുട്ടയിടുന്നത്. അതിൻ്റെ ബ്രീഡിങ് പ്ലേസ് എന്ന് പറയുന്നത് വെള്ളമാണ്. വെള്ളത്തിലാണ് കൊതുക് മുട്ടയിടുന്നത്. നമുക്കെല്ലാവർക്കും മിക്കവർക്കും തെറ്റിദ്ധാരണയുണ്ട് പോച്ചയ്ക്കകത്താണ്. പോച്ചയ്ക്കകത്ത് നിന്ന് റെസ്റ്റ് എടുക്കും. അതിന് പകൽ സമയത്ത് പോച്ചയ്ക്കകത്ത് നിന്ന് റെസ്റ്റ് എടുക്കും. അതിനകത്ത് വെള്ളം ഒക്കെ ഉണ്ടല്ലോ, ഈ ചുറ്റ് വീഴുന്ന വെള്ളം ഒക്കെ കുടിച്ചു കൊണ്ട് അവിടെ റെസ്റ്റ് എടുക്കും. രാത്രി കാലങ്ങളിൽ അത് നമ്മുടെയൊക്കെ ചോര ഊറ്റി കുടിക്കാനായിട്ട് വരും. അപ്പോൾ ഈ സമയത്ത് അണുബാധയുള്ള കൊതുകുകളാണ് നമ്മളെ കടിക്കുന്നെങ്കിൽ നമുക്ക് അസുഖം വരാനുള്ള, അതായത് ഇങ്ങനെയുള്ള ഡെങ്കിപ്പനി, അങ്ങനെ കൊതുക് പരത്തുന്ന രോഗം വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഞാനിതിപ്പോൾ ഇങ്ങനെ നിങ്ങളോട് പറയാൻ കാര്യം, എൻ്റെ വീട്ടിലൊരു അനുഭവം ഉണ്ടായി. ഞാൻ ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാനൊരു പരീക്ഷണം നടത്തിയതാണ്. ഞാൻ കഞ്ഞിവെള്ളം അറിഞ്ഞുകൊണ്ട് പരീക്ഷണം നടത്താൻ വെച്ചതല്ല. 2 ദിവസം, ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ 2 ദിവസത്തേക്ക് പുളിക്കാനായിട്ട് മാറ്റി വർക്ക് ഏരിയയിൽ കഞ്ഞിവെള്ളം വെച്ചു, തുറന്ന് ഓപ്പണായിട്ട് വെച്ചു. 2 ദിവസം കഴിയുമ്പോൾ നമുക്കതെടുത്ത് ചെടിക്കൊക്കെ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ വെച്ചു. 2-ൻ്റെ അന്ന് ഞാൻ ചെന്നപ്പോൾ ഇതിൻ്റെ ചുറ്റിനുമുണ്ട് കൊതുക് പറക്കുന്നു. 2-3 കൊതുകുണ്ട്. അപ്പം ഞാൻ ആലോചിച്ച് കൊതുക് എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞ് ഞാൻ ഈ നമ്മുടെ കോമ്പൗണ്ടിലെല്ലാം നോക്കിയിട്ട് നമുക്ക് കൊതുവിൻ്റെ ബ്രീഡിങ് പ്ലേസ് ഒന്നും ഇല്ല, കണ്ടില്ല, ഇല്ല. അപ്പോൾ ഇത് എവിടുന്നോ വന്നതാണ്, നമ്മുടെ ചുറ്റുവട്ടത്തു നിന്ന് എവിടുന്നോ വന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലൊക്കെ, അപ്പുറത്ത് പറമ്പിലൊക്കെ ചിരട്ടിയൊക്കെ കിളിയൊക്കെ കാക്കയൊക്കെ കൊണ്ടിടുമല്ലോ. അപ്പോൾ അവിടെ കാണോ അല്ലെങ്കിൽ എവിടുന്നോ വന്ന കൊതുവാണ്. അപ്പോൾ അതിങ്ങനെ പറക്കുന്നു. അപ്പോൾ എനിക്കൊരു സംശയമാണ്, ഇതിനകത്ത് മുട്ടയിട്ട് കാണും.
ഇത് ബ്രീഡ് ചെയ്ത് കാണും. അപ്പോൾ ഒരു കാര്യം ചെയ്ത് അങ്ങ് അടച്ചു വെക്കാം. ഇത് നമ്മൾ എടുക്കുന്നില്ല, നമുക്കിന്ന് അടച്ചു വെക്കാം. ഇതിനകത്ത് കൊതു മുട്ട ഇട്ടോ ഇല്ലയോ എന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അങ്ങനെ ഞാനിത് അടച്ചു വെച്ചു. അടച്ചു വെച്ചിട്ട് 7 ദിവസം കഴിഞ്ഞ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാനിത് തുറന്നു നോക്കിയിട്ട് കൊതു ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ചെടിക്ക് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കാം, കൊതുകിൻ്റെ ലാർവ ഇല്ലെങ്കിൽ എന്നും പറഞ്ഞ് ഞാനത് തുറന്നു നോക്കിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച, ലാർവകൾ ഇങ്ങനെ കടന്ന് ഞൊളയ്ക്കുക. അപ്പം നമ്മുടെ പഴയ നമ്മുടെ അമ്മമാർ നമ്മളൊക്കെ പണ്ട് വിചാരിച്ചിരുന്ന ഈ വെള്ളത്തിലിങ്ങനെ ലാർവ കിടക്കുമ്പോൾ നമ്മൾ പറയും പുഴുവാണ്, കൃമിയാണെന്നൊക്കെ പറയാം. അത് കൃമിയും പുഴുവും ഒന്നുമല്ല, അത് കൊതുകിൻ്റെ ലാർവയാണ്. അതായത് കുഞ്ഞുങ്ങൾ ഈ ലാർവ ആയിട്ട് മുട്ട വിരിഞ്ഞ് ലാർവയായിട്ട് കഴിഞ്ഞാണ് കൊതുവായിട്ട് ചിറക് വെച്ച് പുറന്നു വരുന്നത്. അപ്പോൾ ഇതിവിടെ നമുക്കിങ്ങനെ ലാർവയായിട്ട് കുറേ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചത് നിങ്ങളെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാം, നിങ്ങൾക്കൂടൊക്കെ ഒന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും അറിയാം, എങ്കിലും ഇങ്ങനെ നമ്മൾ അലക്ഷ്യമായിട്ട് നമ്മുടെ പരിസരത്ത് കഞ്ഞിവെള്ളമായാലും കാടിവെള്ളമായാലും പോട്ടിലൊക്കെ നമ്മൾ ഇതുണ്ടല്ലോ പാക്ക് കുതുക്കാൻ പണ്ടുള്ള അമ്മമാരൊക്കെ വെച്ച് അതിനകത്തുമൊക്കെ ഇങ്ങനെ കൊതുകാണ് ഞൊരാന്ന് ഞൊരയ്ക്കുന്നപ്പോൾ ഈ അമ്മമാരൊക്കെ പറയുവേ അതിനകത്ത് അത് പുഴുവാണ്. അപ്പോൾ ഈ കൊതു വന്ന് കടിക്കുക എന്നുള്ളത്, ഈ കൊതു കടിക്കുന്ന അവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്കാർക്കും അറിയത്തുമില്ല. അപ്പോൾ നമ്മുടെ ശ്രദ്ധയില്ലാതെ നമ്മുടെ പരിസരത്ത് ഇങ്ങനെ അലക്ഷ്യമായിട്ട് കഞ്ഞിവെള്ളവും കാടിയൊക്കെ ദിവസങ്ങളോളം വെച്ചിരുന്നാൽ നമ്മുടെ ഇതിനകത്ത് കൊതു വന്ന് മുട്ടയിടും, നമ്മളെ വന്ന് കടിക്കും, നമുക്കൊരോരോ അസുഖങ്ങളുണ്ടാകും, നമുക്ക് അസ്വസ്ഥതകളുണ്ടാകും. കൊതു നല്ലൊരു ജീവിയാണോ നമ്മുടെ ചുറ്റുവട്ടത്ത്? നമ്മൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു ജീവിയാണോ കൊതു? അല്ല. അപ്പോൾ അത് ഒരു ക്ഷുദ്ര ജീവിയാണ്. അപ്പോൾ അതിനെ നമ്മൾ വളർത്താൻ നമ്മുടെ പരിസരത്ത് നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങളങ്ങ് ഒരുക്കി കൊടുക്കരുത്. അപ്പോൾ ഇങ്ങനൊരു മെസ്സേജ് തരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. നമ്മുടെ പരിസരത്ത് ഇങ്ങനെ കഞ്ഞിവെള്ളം, അപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ട് കഞ്ഞിവെള്ളം വെച്ചതാണ് കേട്ടോ. അതിനകത്ത് കൊതു മുട്ട ഇട്ടിട്ടുണ്ട്. അത് എങ്ങനെ അത് വളർന്ന് വരുന്നത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് കേട്ടോ. അല്ല, ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ വെച്ച് കൊതുക് പെരുകിയതല്ല. എൻ്റെ അടുക്കളയുടെ തൊട്ട വാതക്കലാണ് ഇത്. അപ്പോൾ ഞാൻ എന്നും നോക്കും അത്. അപ്പോൾ ഇന്ന് ഞാനത് ഒന്ന് നോക്കുമെങ്കിൽ 7 ദിവസം ഞാൻ പിന്നെ അടച്ചു വെച്ചതുകൊണ്ട് ഞാൻ എടുത്തില്ല, തുറന്നില്ല. 2 ദിവസം കഴിയുമ്പോൾ അടച്ചു വെച്ചുകൊണ്ട് തുറന്നില്ല. അപ്പോൾ ഇന്നാണ് ഞാൻ തുറക്കുമ്പോഴാണ് ഈ രംഗം കാണുന്നത്. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം കാണുമ്പോൾ. കേട്ടോ, അടച്ചു വെച്ചിരിക്കണ്ടോ? ഇതാണ്. അപ്പോൾ ഇതെല്ലാവരും നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ഈ കഞ്ഞിവെള്ളത്തിനകത്ത് ഞാൻ ഗ്രീൻ ടീയുടെ ചായയുടെ വേസ്റ്റ് കൂടെ, അതായത് ഈ കളർ ഇങ്ങനെ കേട്ടോ, കണ്ടില്ലേ? ഇത് എത്ര കൊതുകുണ്ടെന്നറിയാമോ? 1000കണക്കിന് കൊതുകാണിത്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ പരിസരത്ത് അലക്ഷ്യമായിട്ട് വെള്ളമോ കഞ്ഞിവെള്ളമോ കാടിയോ ഒക്കെ വെച്ചിരുന്നാൽ ഇതിനകത്ത് വെള്ളം കാണുന്നിടത്ത് ഇത് കയറി മുട്ടയിട്ട് കളയും. അപ്പോൾ ഇത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത്. ഇനിയിപ്പോൾ ഞാനിതിപ്പോൾ ഡൈലൂട്ട് ചെയ്ത് നമ്മൾ വെള്ളമില്ലാത്തടത്ത് ഒഴിക്കുമ്പോൾ ഇതൊക്കെ അങ്ങ് ചത്തുപോയിക്കോളും കേട്ടോ. ഞാനിപ്പോൾ പറമ്പിൽ നമ്മുടെ ചെടിക്കും നമ്മുടെ കുറേ ചിരിച്ച് പച്ചക്കറിയൊക്കെ ഉണ്ട്, അതിനകത്തൊക്കെ ഇത് ഡൈലൂട്ട് ചെയ്ത് ബക്കറ്റിനൊഴിച്ച് അങ്ങ് ഡൈലൂട്ട് ചെയ്ത് ഞാൻ ഒഴിക്കും. അപ്പോൾ ഇതങ്ങ് ചത്തുപോകും. അല്ലെങ്കിൽ ഇതിനകത്ത് ഇച്ചിരി മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ മണ്ണെണ്ണയുടെ ഇതുകൊണ്ട് അതങ്ങ് ചത്തുപോകും കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, ഇങ്ങനെയൊന്നും അലക്ഷ്യമായിട്ട് വെള്ളം വെക്കാതെ നമ്മുടെ പരിസരത്ത് കാടിയോ വേസ്റ്റ് വെള്ളങ്ങളോ ഒന്നും ദിവസങ്ങളോടും ഇങ്ങനെ വെക്കരുത്. നമ്മൾ ശ്രദ്ധിക്കത്തില്ല. മഴയൊക്കെ ആകുമ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങത്തേ ഇല്ല. അപ്പോൾ ഇത് വന്ന് കടിക്കുമ്പോൾ നമ്മൾ ആലോചിക്കും എവിടെ നിന്നാണ് ഈ കൊതു വരുന്നതെന്ന്. അപ്പോൾ ഇത് ശ്രദ്ധയിൽപ്പെടാതിരിക്കുന്നതാണ്. എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. പിന്നെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് മാത്രമേ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.